FTHന്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നവർക്കും FTHനോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹമുണ്ട്. Greetings in the name of the Lord and to everyone who's gathered here in the name of FTH today. ഇന്ന് പ്രസംഗിക്കാനായിട്ട് വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. അത് തന്നെയുമല്ല, ഞങ്ങൾ രണ്ടുപേരോട് ആകുമ്പോൾ എനിക്ക് ലഭിച്ച ടൈം ഞങ്ങൾ രണ്ടുപേരോട് വിധിച്ചെടുത്തെങ്കിലും ഇരിക്കുകയുള്ളൂ. In the short time that we have today, let's meditate on the Word of God. എന്നാലും പെട്ടെന്ന് ഒരു ചെറിയ ആശയങ്ങളെ പറഞ്ഞു തീർത്തുകൊണ്ട് ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. But I hope to share a small message with you. അതിനാധാരമായി 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കാം. 2 Corinthians chapter 4 verses 7 and 8. ഞാൻ തന്നെ വായിച്ചുകൊള്ളാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. But we have this treasure in jars of clay to show that all surpassing power from God and not from us. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. We are hard pressed on every side but not crushed. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. Perplexed but not in despair. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നതുമില്ല. Persecuted but not abandoned. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. Struck down but not destroyed. ഇന്ന് പകൽക്കാലം ഈ രാത്രികാലം കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് അവരുടെ അവസ്ഥയും അവരുടെ അനുഭവവും കണ്ടിട്ട് പൗലോസിന് വളരെ വേദനയും ദുഃഖവും ഉണ്ടായി. ആ കാരണത്താലാണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നത്. Paul, when looking at the Corinthian church, was very saddened seeing in the situation they were in, and then wrote this message to them. AD 56 ഒന്നാമത്തെ ലേഖനം എഴുതി 18 മാസം അവിടെ സുവിശേഷം അറിയിച്ച് ആ സഭയെ വളർത്തിയെടുത്തു. In AD 56, he spent 18 months in that church and grew the church. അതിനുശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലേഖനം AD 57 എഴുതുവാനിടയായത്. And it is after a year in AD 57 that he's writing this message again. ഇതിനകത്തുള്ള പ്രത്യേക ആശയം പൗലോസിനെ ചിന്തിപ്പിക്കുന്നത് തളർന്നുപോയ വിശ്വാസികളെ ഉയർത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ നിലനിർത്തുവാനുള്ള ഒരു പ്രചോദനം കൊടുക്കുക. Here the message that Paul is trying to do is to lift up the believers who have fallen down. പൗലോസ് ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ തളർന്നു പോയാൽ നിത്യത എങ്ങനെ കൈവശമാക്കുവാനൊക്കും. Paul is thinking, if you let go of your faith, then how will you attain eternity? അതിന്റെ ദുഃഖം പൗലോസിൽ അലതല്ലുകയായി. And the pain of that was in Paul. അതുകൊണ്ട് ഇവർക്ക് ഒരു അടുത്ത ലേഖനം എഴുതി അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി ഉയർത്തിയെടുക്കുവാൻ. So Paul writes a second epistle to them to encourage them. തന്നെയുമല്ല, പ്രത്യാശയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാശയിലേക്ക് അവരുടെ ദർശനത്തെ അല്ലെങ്കിൽ നോട്ടത്തെ അവരുടെ വേയെ ഒന്ന് ശരിയായി എടുക്കുവാൻ. Not just that, but to help them fix their gaze of their hope on Christ. പൗലോസ് അവിടെ പറയുന്നു, Paul says here, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാണ്. But Paul says that this all surpassing power is from God and not from us, and we have it in our jars of clay. പൗലോസ് ഈ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. What I did not understand that Paul saying this is, പൗലോസ് പറയുന്നു ഈ മൺപാത്രങ്ങളിലാണ് ഈ നിക്ഷേപമുള്ളത്. Paul is saying that this power is in jars of clay. ആരെങ്കിലും ഒരു നിക്ഷേപം എവിടെയെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോ നടത്താൻ നോക്കിയാൽ അവരുടെ ഉദ്ദേശം അതൊന്ന് വളർന്ന് അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഇൻക്രീസ്മെന്റ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ നിക്ഷേപം നടത്തുന്നത്. If people are putting their treasures in real estate or something like that, their only gain is to have profit. എന്നാൽ ദൈവമക്കളുടെ ഉള്ളിൽ ഈ മൺപാത്രങ്ങളിൽ പകർന്ന നിക്ഷേപം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വളർച്ചയോ ഒരു ഉയർച്ചയോ അതിലുള്ള ഒരു വലിയ വളർച്ച അതിനകത്ത് ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. But God desires, when he put this all surpassing power in the believers, is that the believers might grow. എന്നാൽ പൗലോസിന്റെ ചിന്തയും അതുപോലെ തന്നെയാണ്. ഈ കൊരിന്ത്യയിലുള്ള വിശ്വാസികളുടെ ഉള്ളിൽ നിക്ഷേപിച്ച് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് അവർക്ക് വളർന്നു വരണം. And Paul is desiring the same thing, that with this power the believers grow. അതിനുവേണ്ടി And for that, പൗലോസിന്റെ ചില ചിന്തകൾ, പൗലോസ് അനുഭവിച്ച വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കൂടെ ഒതുക്കിയെടുത്തുകൊണ്ട് പൗലോസ് ഒരു ജീവിത ശൈലിയിൽ വരാവുന്ന പ്രശ്നങ്ങളെ എടുത്തു കാണിക്കും. And Paul is showing every difficult situation that would come in his life in this passage. 4 വിഷയങ്ങളുണ്ട്. അതിനെ 4നെയും കൂടെ ഒന്നാക്കിക്കൊണ്ട് ഞാൻ പറയാൻ പോകുന്നു, കാരണം സമയമില്ലാത്തതുകൊണ്ട്. There's 4 situations here, but I'll say all 4 as one due to lack of time. പൗലോസ് ഇങ്ങനെ പറയുന്നു, കഷ്ടം സഹിക്കുന്നു എങ്കിലും
ഇടുങ്ങിയിരിക്കുന്നില്ല. Paul says, even though hard pressed, we're not crushed, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. perplexed but not in despair, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. persecuted but not abandoned, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. struck down but not destroyed. നമ്മുടെ ജീവിതത്തിന്റെ 4 തുറകളിലേക്ക് മനുഷ്യനെ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് ഈ സാഹചര്യത്തിൽ ഈ നിക്ഷേപം ഉള്ളത് കൊണ്ട് ഇവരാരും തകർന്നു പോകുന്നില്ല എന്ന്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ തളർന്നു പോകുന്നില്ല എന്ന് പൗലോസ് എടുത്തു പറയുന്നു. Paul in here emphasizes that even in all these 4 situations, those who have this power will not be broken. ഇതിന്റെ 4ന്റെയും ദിശ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ ആ മനുഷ്യനെ തകർത്ത് കളയും. If these 4 things strike a person, then that person will be broken down. എന്നാൽ ഇതിന് 4 മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒറ്റയൊരു ശക്തി കൊണ്ട് ഇതിനെ നിവർത്തി നിർത്തുവാൻ കഴിയും. But even if all 4 of these come with one kind of power, they can overcome. പൗലോസ് പറയുന്നത്, Paul says ഈ സകല 4 പ്രശ്നങ്ങളെയും that in these 4 situations, അതിജീവിക്കുവാൻ to overcome them, ഈ കർത്താവായ ഞങ്ങളുടെ ജീവിതത്തിൽ മൺകൂടാരങ്ങളിൽ പകർന്ന ഈ അത്യന്ത ശക്തി കൊണ്ട് കഴിയുമെന്നാണ്. that it is possible to overcome it with the power and the jars of അതേപോലെ clay. പൗലോസ് അത് തെളിയിച്ചു കഴിയും. And Paul is proving this. ഈ വിശ്വാസികളെയും അതുപോലെ നിർത്തുവാൻ പൗലോസ് And ആഗ്രഹിക്കുന്നു. Paul is desiring to have the believers come like that as അത് well. കൂടാതെ തന്നെയുമല്ല, And not just that, ഈ വിശ്വാസികളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. Paul's desire was to have these believers reach heaven. അതുകൊണ്ട് And because of that, ഇവർ നിന്നേ മതിയാകും. they have to stand. വളരെ ദുഃഖമുണ്ട്. It is a hard time. ഇവർ 1 വർഷം കൊണ്ട് തളർന്നു പോയി. In 1 year, they were destroyed. ഇത് രാത്രികാലം നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ഒരാഴ്ചയിൽ 7, 8, 9 ദൈവവചനം ശുശ്രൂഷകൾ ലഭിക്കുന്നു. In 1 week, we're receiving so many messages in 1 week. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തുവേണ്ടി വളർച്ച ഉണ്ടെന്ന് നാം തന്നെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. It is important that we examine ourselves and see how much we've grown. ആ വളർച്ചയില്ലെങ്കിൽ നമുക്ക് ആ പ്രത്യാശയിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. If we don't have that growth, then we cannot reach that eternity. ആ വളർച്ചയില്ലെങ്കിൽ ഇങ്ങനെയുള്ള 4 പ്രതികൂലങ്ങളുടെ നടുവിൽ നാം തളർന്നു പോകുവാൻ ഇടയായി തീരും. If we don't have that growth, then we'll be destroyed in these situations. ദൈവം ആഗ്രഹിക്കുന്നത് അതിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. And God desires for us to stand strong. ഇനി പൗലോസ് ഇതിനെ എങ്ങനെയാണ് ചേർത്തത്? And how does Paul say this? പൗലോസ് മനസ്സിലാക്കി, ഈ അത്യന്ത ശക്തി എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് പുറത്തുള്ള പ്രതികൂലങ്ങളെ തകിടം മറിക്കുകയും ഈ അത്യന്ത ശക്തി എന്റെ മൺകൂടാരങ്ങളിൽ എന്നെ സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. Paul understood that this power that is within him is able to overturn any situation that comes in his life. അതുകൊണ്ട് പൗലോസിന്റെ ചിന്തയിൽ ഈ മൺകൂടാരത്തിനകത്ത് ഒതുക്കാവുന്ന ഒരു ശക്തിയല്ല ഇതെങ്കിലും ഈ ശക്തി എന്റെ മൺകൂടാരത്തെ സംരക്ഷിക്കുകയും എനിക്ക് പുറത്തുള്ള പ്രതികൂലത്തെ തകിടം മറിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് പൗലോസ് കാണുവാൻ കഴിയുന്നത്. And Paul says that even though this power is not something that can be contained in the jars of clay, but with this power he can overcome and turn upside down any situation. ഈ അനുഭവത്തെ ഒന്ന് വെളിപ്പെടുത്തി ശക്തീകരിച്ച് കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ മനസ്സിലാക്കുവാനാണ് പൗലോസ് ശ്രമിച്ചത്. And Paul here is trying to have the people of Corinth understand this. കാരണം Because ഒരു സമയത്ത് പൗലോസിന് ഇത് മനസ്സിലായി, എന്റെ ശക്തിയും എന്റെ മുക്തിയും എന്റെ യുക്തിയും എന്റെ അധികാരപത്രവും എനിക്കുള്ള സർവ്വതും ഞാൻ കൊണ്ട് നടന്നപ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഈ ശക്തി എന്നെ തകിടം മറിച്ചു കളഞ്ഞു. Because Paul understood clearly that with my power and my knowledge, when I was walking, there was a power that intervened at Damascus, and it 3 changed. ദിവസത്തേക്ക് അവൻ എഴുന്നേറ്റ് നടക്കുവാൻ കാഴ്ചയില്ലാതായി And തീരുവാനിടയായി. he was blinded for 3 days. എന്നാൽ ഈ ശക്തിയുടെ മുൻപിൽ എന്റെ ഈ മൺകൂടാരത്തെ സംരക്ഷിക്കുകയും അപ്പോൾ തന്നെ എനിക്ക് നേരിടുന്ന ഈ പ്രതികൂലങ്ങളെ തകിടം മറിച്ചുകൊണ്ട് എന്നെ ശക്തനാക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഈ കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ മനസ്സിലാക്കുവാനിടയായി. But this power was able to protect this jar of clay and turn around any hard pressed situation that comes in our lives. എന്താ പൗലോസ് ഇങ്ങനെ തീരുമാനിക്കുവാനുള്ള കാരണം? What is the reason for Paul to say അവരുടെ this? ആത്മീയ ശുഷ്കിച്ച അവസ്ഥ. Because of their spiritually lacking state. ആത്മീയമായി തളർന്നു. They were spiritually broken. അവർക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായി. They had problems in their lives. ദുരുപദേശങ്ങൾ കടന്നു വന്നു. There were false teaching among them. ഈ 1 വർഷത്തിനുള്ളിൽ എത്രയോ ദുരുപദേശങ്ങൾ അവർക്ക് കേട്ട് ആത്മീയമായിട്ട് തളരുവാനിടയായി. In this 1 year, they heard so many false teaching and spiritually fell. അവർ ദൈവത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരായിരുന്നു. They were supposed to stand for God. 18 മാസം അവിടെ പ്രവർത്തിച്ച് ശുശ്രൂഷിച്ച് ഉടലെടുത്ത സഭയാണത്. This is the church that Paul ministered in for 18 months. നല്ലതുപോലെ ഉപദേശം കൊടുത്തു. He taught them very well. ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. He rebuked them very well. ആ സഭ നല്ലതുപോലെ ഉപദേശത്തിൽ അടിയുറച്ച് വളർത്തി കണ്ടതിന് ശേഷമാണ് പൗലോസ്
കടന്നുപോയത്. And it is only after seeing the church standing strong that he left the church. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസം പൗലോസിന് തന്നെ നിരാശ ഉണ്ടാകുവാനിടയായി. But in just 1 year's time, Paul was saddened with the state of ഈ the സഭയെ church. കണ്ടുകൊണ്ട് തന്നെയല്ല, തെസ്സലോനിക്ക സഭയെ കണ്ടുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഭാഗത്ത് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് കണ്ട് ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നു. Not just in this part, but also to the church of Thessalonians, Paul says that the people of Thessalonians are living in Christ, and I'm watching that and standing. അതിന്റെ അർത്ഥം പൗലോസിന് ജീവനില്ല എന്നാണോ? Does that mean that Paul does not have life? അല്ല, പൗലോസിന്റെ അകത്തെ മനുഷ്യന് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ക്രിസ്തുവിൽ നിലനിൽക്കുന്നു എന്ന് കണ്ട് വലിയ ഒരു ചൈതന്യം ഉണ്ടായെന്ന് തന്നെ പറയാം, അകത്തെ മനുഷ്യൻ. But Paul's inner man was overjoyed in seeing the Thessalonian church stand strong. എന്നാൽ ഇവിടെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുന്നു, ഞാൻ ദുഃഖിക്കുന്നു. But regarding the church here, Paul is saying, I'm saddened. എന്നെ ചിന്തിപ്പിച്ച ചില ഭാഗങ്ങൾ കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. Just going through another passage. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് എഫ്രൈം എന്നോട് വന്ന് ചോദിച്ചു, പപ്പ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണോ? Just a few weeks ago, Ephraim asked this question: is the God of the Old Testament a mean God? ഞാൻ ചോദിച്ചു, നിനക്ക് എവിടെ കിട്ടി ഈ കാര്യം? I asked, from where did you get this question? നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണോ? Did you get this from the place you work at? ഞങ്ങൾ ഭവനത്തിൽ അങ്ങനെ പറയാറില്ലല്ലോ. We don't say this at home. അവർ സൺഡേ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെനിക്ക് പഠിക്കുവാൻ വേണ്ടിയാണ്. He said that in Sunday school they were discussing this, so I wanted to learn ഞാൻ about it. പെട്ടെന്ന് അവനോട് പറഞ്ഞു, നിന്നെ രക്ഷിച്ചെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ മനസ്സിലാക്കണം. That you should understand the works of the God that saved you. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തു അല്ലെങ്കിൽ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു നിന്റെ പാപങ്ങൾക്കും ശത്രുവിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വെടിവെക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചെങ്കിൽ ആ ദൈവത്തിന് നിന്നോട് എന്തോ സ്നേഹമാണുള്ളത്. That if the heavenly Father sent his own son to die for your sins, then how much love does he have for you? ദൈവത്തിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ സ്നേഹവും നീളവും ആഴവും ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും? In the word of God it says, who can understand the heights and the depths of this love? ഒരിക്കലും നിനക്കത് പറയാൻ കഴിയത്തില്ല പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ്. So never can we say that the Old Testament God is a rude പിന്നെ God. അടുത്തത് ഷോർട്ട് കട്ടിൽ ഞാൻ പറഞ്ഞു കൊടുത്തു, നീ തന്നെ വായിച്ചു കൊടുക്കുക. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ ദേശത്ത് കൊണ്ടാക്കിയ സംഭവങ്ങളുടെ ഇടഭാഗം നീ വായിച്ച് മനസ്സിലാക്കിയാൽ ദൈവം ക്രൂരനാണെന്ന് മനസ്സിലാവത്തില്ല, വളരെ സ്നേഹനിധിയാണെന്ന് മനസ്സിലാവും. But if you understand the passages of how God brought the Israelites out of Egypt, and you really see that God is a loving God. ഒരു ലൗകിക പിതാവ് ചെറിയ തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കും, അതുപോലെ ദൈവം ഇസ്രായേൽ മക്കൾ പിറുപിറുത്തപ്പോഴും തെറ്റുകൾ ചെയ്തപ്പോഴും അവരെ ശിക്ഷിച്ചു, അതുകൊണ്ട് ക്രൂരനല്ല എന്ന് പറയുവാനിടയായി. Even our humanly parents, if we do something wrong, they will discipline us. In the same way, when God disciplined the Israelites, he was not being rude. അതോടൊപ്പം ഞാൻ പറഞ്ഞു അവനോട് ഒരു കാര്യം, And I said this thing: നീ അവിടെ പോയി ക്രൂരനാണെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെന്ന് വാദിക്കും. if you say that our God is a rude God, I will counter against it. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അവന് ഇത് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പുസ്തകങ്ങൾ നോക്കുവാനും സെർച്ച് ചെയ്യുവാനും ഒക്കെ ഇടയായി തീർന്നിട്ട് നല്ല തയ്യാറാക്കിക്കൊണ്ട് പോയി അവിടെ പറയുവാനിടയായി തീർന്നു. അത് ഞാൻ കേട്ടു, കുറച്ച് എനിക്കും സന്തോഷമുണ്ടായി. And in this I was able to hear him prepare a message and speak on it well. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ വ്യക്തിത്വങ്ങളായാലും നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദ്യങ്ങളെ എവിടെ നിന്ന് അവർ കൊണ്ടുവന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. What I'm saying this is because our children or whoever it is who comes to us with a question, we have to ask where it is this question came from. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്ന രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. And according to that, through the word of God, we should respond. എന്നിട്ട് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. And then we should give them an opportunity for them to choose. എങ്കിൽ മാത്രമേ അവർ ക്രിസ്തുവിന് വേണ്ടി വളരുവാനിടയായിത്തീരൂ. Only then can they grow in Christ. തന്നെയുമല്ല, ചില ദുരുപദേശങ്ങൾ കടന്നു വന്നതുകൊണ്ട് ഇവർ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ തളരുവാനും വിശ്വാസത്തിൽ ക്ഷീണിക്കുവാനും ഇടയായിത്തീർന്നു. Not just that, because of false teaching, we see the Corinthian church growing weak. ഇന്ന് രാത്രികാലം നാം ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ അകത്ത് കടന്നു വരുന്ന ദുരുപദേശങ്ങളെ നമുക്ക് എങ്ങനെ വിവേചിച്ച് മനസ്സിലാക്കുവാൻ കഴിയും? One thought we have to think about is how can we discern the false teachings? ഈ ഉപദേശം സാധാരണ കേൾക്കുന്നത് യേശു നാമക്കാരിൽ നിന്ന് ഈ ഉപദേശം കേൾക്കാറുണ്ട്. Usually we hear this teaching from the people of Jesus, people who come in the name of Jesus. നിരീശ്വരവാദികളിൽ നിന്നും ദൈവമില്ല എന്ന് പറയുന്നവരിൽ നിന്നും ഇത് കേൾക്കാറുണ്ട്.
Even from people of the world who claim that there is no God, we'll hear this. അവരോട് ഇത്രയും നമ്മൾ അറിഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരാജയപ്പെടുവാനിടയായി. And if we say all of this through our knowledge, then they will be downcast. പിന്നെ നമ്മുടെ ഇടയിലുള്ള വേറൊരു ഗ്രൂപ്പാണ്. നമുക്ക് സംശയം തോന്നി ഇതൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളാണോ ശരി അവരാണോ ശരിയെന്ന് തോന്നിപ്പോകും. And another group there is we'll also be doubt if we're right or they're right. അടുത്ത ഒരു ഗ്രൂപ്പാണ് യഹോവ സാക്ഷികൾ. Or is Jehovah's Witnesses. അവര് പറയുന്നത് യേശുവിനെ ദത്തെടുത്തു എന്നാണ്. They believe that Jesus was indebted. അവരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. They've even released a book on it. അതിനകത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ല ആത്മീയ ആശയങ്ങളും. And if you read it, there's a lot of spiritual പക്ഷെ teachings. അതിനകത്ത് ഒരു തെറ്റ് യേശുവിനെ ദത്തെടുത്തിരിക്കുകയാണെന്ന യഹോവ സാക്ഷികൾ എഴുതിയിരിക്കുന്നു. But the one mistake in that it says is that Jesus is taken in as a debt. ആ പുസ്തകത്തിന്റെ പേര് ഇടയന്റെ കോൽ എന്നാണ്. And the name of that book is the shepherd's staff. എനിക്കറിയാം അനേക ദൈവമക്കളായ ഇടയന്റെ കോലിന്റെ പുസ്തകം വായിച്ചിട്ട് ദൈവസഭയിൽ കടന്നു വന്ന് പ്രസംഗിക്കാറ്. And I know a lot of people who've read that book and preach in churches. മറ്റൊരു ഗ്രൂപ്പാണ് ഫയർ വിങ് എന്നുള്ളത്. And another group is the fire wing group. ഈ ഫയർ വിങ്ങും ഈ യഹോവ സാക്ഷികളും യേശുനാമക്കാരും നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു സംശയങ്ങൾ ഉളവാകുവാൻ ഇടയായിത്തീരും. നമ്മുടെ വിശ്വാസമാണോ ശരി അതോ അവരുടെ വിശ്വാസമാണോ? And when these people from these different groups come and talk to our children, the question will come up: is our faith right or is their faith ഈ right? ഫയർ വിങ്ങിനകത്തുനിന്ന് കയറി വരുന്ന ഒരു ഉപദേശം അവർ ഇരിക്കുന്നിടവും നിൽക്കുന്നിടവും എല്ലാം തീയാണ്. And a teaching that comes out of the fire wing group is wherever they sit or stand, that is fire. And nowhere in the word of God does it say like that. തീയോടും വെള്ളത്തോടും എണ്ണയോടും പരിശുദ്ധാത്മാവിനെ ഉപമിച്ചിട്ടുണ്ട്. They've only given metaphors of the Holy Spirit being like fire, wind and water. പക്ഷെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതാണ്. But it never says that that is the Holy Spirit. And even in the New Testament അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആത്മീയരല്ലേ, അവർ ആത്മാവിൽ ആരാധിക്കുന്നവരല്ലേ, അവർ തീ എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടും തീയാണെന്നാണ്. When aren't they spiritual people? You might think that if they come with fire. തെറ്റും അബദ്ധവുമാണ്. But that's a destructive teaching. കാരണം Because ദൈവം നമ്മുടെ അടുക്കലേക്ക് ഒരു തീയെ അയച്ചു എന്നുണ്ടെങ്കിൽ നാം അത് വെളിപ്പാടിനാൽ കാണുന്നു എങ്കിൽ അതിനെ പറയാം, അല്ല എങ്കിൽ അതിനെ പറയാൻ പാടില്ല. And if God sends a fire and we see it through revelation, then we can call it fire. Otherwise, we cannot call it the fire of God. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? Because what is the plan of God? ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് നമ്മുടെ ഈ വൻകൂടാരത്തെ സംരക്ഷിക്കുവാനും പുറത്തുള്ള പ്രതികൂലത്തെ തകിടമറിക്കുവാനുമാണ്. And the reason He has given us this Holy Spirit is so that our jars of clay may be safe. അതുകൊണ്ടാണ് ഒരു ആത്മീയമായി നിലനിൽക്കുവാൻ കഴിയുന്നത്. That is how a believer can stay strong as a believer. ഈ ആത്മാവിന്റെ നിക്ഷേപം നമ്മുടെ ഉള്ളിലാണ് നടത്തിയിരിക്കുന്നത്. It is in us that the Holy Spirit resides. ഇത് അനുദിനം വർദ്ധിച്ചു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. And God desires that this should daily grow. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഈ പ്രതികൂലങ്ങൾ തകിടമറിയുകയാണ്. And as we daily grow, all of these situations around us ശക്തികൾ ഇളകി മാറുകയാണ്. And the plans of the enemies will be broken. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ജയജീവിതം മുൻപോട്ട് നമുക്ക് നയിച്ചെടുക്കുവാൻ കഴിയുന്നത്. That is how we can live a victorious Christian life. അതിന് ദൈവവചനത്തിന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. And for that we should have the word of God in our hearts. ഈ ദൈവവചനത്തെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളാണ്. If we read the word of God, we see that this word speaks to us as well. ഒരിക്കലും ഇതിനെ ഒരു പ്രിന്റിംഗ് അക്ഷരമായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ വായിക്കരുത്. We should never see this as just a printed book. ഇത് ദൈവത്തിന്റെ വാക്കുകളും We should see this as the word of God, ഇത് നമ്മളോട് സംസാരിക്കുകയും as speaking to us, നാം അതിനോട് സംസാരിക്കുകയും ചെയ്യും. and we speak back to it. അപ്പോഴാണ് നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. That's when we attain spiritual growth. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളോട് സംസാരിക്കും, നമുക്കുള്ള സംശയങ്ങൾ ഇതിനോട് പറയാം. And when the word of God speaks to us, our doubts also we can ask the word of God. നമ്മുടെ സംശയങ്ങൾ ഇതിനോട് പറയുമ്പോൾ ആത്മീയൻ നമ്മെ വഴി നടത്തുവാനിടയായിരിക്കും. And as we cast our doubts on the word, He will ദൈവത്തിന്റെ lead us. പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡൻസ് ചെയ്യുവാനിടയായിരിക്കും. The Holy Spirit will guide us in the right way. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുവാനിടയായിരിക്കും. The Holy Spirit will teach us good things. കാരണം നാം ദൈവവചനത്തോടാണ് സംസാരിക്കുന്നത്. Because we're speaking to the word of God. നാം പറയുന്നതും ദൈവത്തോടാണ്. When we're asking also, we're asking ഇത് God. ദൈവത്തിന്റെ വചനമാണ്. This is the word of God. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. These are the words of God. കൂടാതെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ഈ തീയെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നോളാം. സമയം കൂടുതലാകുന്നു, എല്ലാവർക്കും പോകണമെന്നുള്ളത് എനിക്കറിയാം. I'll just explain about the fire. കാരണം ഇതൊരു വലിയ പ്രശ്നമാണ് സഭയ്ക്കകത്ത്, പെന്തക്കോസ്തിനകത്ത് ഇത് വലിയ പ്രശ്നമാണ്. എന്താ ഈ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പകാലത്ത് പാസ്റ്റർ പി ഡി ജോൺസൺ, പാസ്റ്റർ പി ഡി ഡാനിയൽ ഇവരൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ചെറുപ്രായമാണ്.
അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഭൂതങ്ങളെയും പിശാചി പിടിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരവിടെ ഇരുന്ന് പറയാറുണ്ട്, ഓ ഇവിടെ തീയാണ്, എനിക്ക് ഇരിക്കുവാൻ കഴിയുന്നില്ലെന്ന് പറയും. Back in the day when the pastors were praying for those who were demon possessed, they used to say, oh, there's fire here, I can't sit still. ഇതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, And based on that, I'd like to say, പിശാചിന് നമ്മുടെ ആരാധന തീയായിട്ട് തോന്നുകയും if the devil feels like our worship is like fire, നമുക്കിത് സന്തോഷവും ഉത്തേജനവും ശക്തിയുമായി മാറുകയാണ്. and if this is joy and strength to us, ശത്രുവിന്റെ മുൻപിൽ നമുക്ക് വിടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം. and God is giving us deliverance in the midst of പക്ഷെ our life. നമുക്ക് തീയല്ല, But this is not fire for us. നമുക്ക് ശക്തിയാണ്, This is strength for നമുക്ക് us. ബലമാണ്, This is strong for us. നമുക്കിത് ഉത്തേജനമാണ്, And this is good teaching for നമുക്ക് us. ആത്മീക വളർച്ചയുടെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. And this is spiritual growth for us. ഇതേ സംഭവം തന്നെ ഞാൻ ഒന്നും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. And I hope to emphasize this again. ബോംബെയിൽ മഹാരാഷ്ട്രയിൽ പൂനെക്കടുത്ത് And in Bombay, Maharashtra, പണ്ഡിത രമാഭായി എന്ന് പറയുന്ന ഒരു നടത്തുന്ന ഒരു മുക്തി മിഷൻ ആശ്രമമുണ്ട്. and there was a temple led by a pandit there. ഞങ്ങൾക്ക് സഭയായും അവിടെയുള്ള ബൈബിൾ സ്കൂളിലെ വേദിയുളക്കൽ സെമിനാരിയുടെ കുട്ടികളും അധ്യാപകരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബസ് പിടിച്ച് അവിടെ പോകുവാനിടയായി. And us from the Bible seminary took a bus there. അന്ന് അവിടെ പോയി കണ്ടപ്പോൾ When we went there, ഞങ്ങൾക്കൊരു സംഭവം മനസ്സിലാക്കുവാനിടയായി. we understood something. അവിടെ പണ്ഡിത് രമാഭായി And this pandit, അവർ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചപ്പോൾ when they worshiped the God in spirit, അവരുടെ ഹോളിനകത്ത് in their hall, പുറത്തു നിന്നവർക്ക് തീ കത്തുന്നതായിട്ട് തോന്നി. the people outside felt like there was a fire. അപ്പൊ ഞങ്ങൾ അത് കാണാനാ പോയത്. And we went to see that. ഞങ്ങൾക്കത് മനസ്സിലാക്കി. We wanted to understand പക്ഷെ that. അവിടെ പ്രത്യേകമായിട്ട് അതാ എഴുതി വെച്ചിട്ടുണ്ട്, And it's written there. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ സ്ഥലം ഇതാണ്. It says that this is where the Holy Spirit പക്ഷെ came down. ചുറ്റും നിന്നവർക്ക് അത് തീ കത്തുന്നതായിട്ട് അവിടെ തോന്നി. But the people standing around felt like there was പക്ഷെ fire. പണ്ഡിത് രമാഭായിക്ക് അത് തീയായിട്ട് തോന്നിയില്ല. But Pandit Ramabai did not feel like അവരെ it was fire. ദൈവകൃപയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. They led him closer to the grace of God. അതിന് ചുറ്റുപാടിൽ നിന്ന് അനേകർ അക്ഷരമറിയാത്തവർ, വായിക്കുവാൻ അറിയാത്തവർ, കർണാടകയിലും മഹാരാഷ്ട്രയിലുമുള്ളവർ ഇവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിക്കുവാനിടയായി തീർന്നു. But when the people around them who were even illiterate, when they came there, they were speaking in tongues. അവർ പുറത്തുനിന്ന് കേട്ടവർ പറഞ്ഞ ഒരു വാചകം അവരുടെ ബുക്കിനകത്ത് അവരുടെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. And in their history book, it's written something that's said from the outside. അവർ സംസാരിച്ച ഭാഷ ഇംഗ്ലീഷിലാണ്. The language they spoke was English. പക്ഷേ അവിടെയുള്ള ആ സഹോദരിമാർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന അക്ഷരമേ അറിഞ്ഞുകൂടാ. But this ladies there did not even know a letter of English. പക്ഷെ ദൈവം നമ്മളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ തരുന്ന ഭാഷ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൽ സംസാര ഭാഷയായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. But we should understand when God fills us with a different tongue, it is another അത് language. ഏത് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന ഭാഷയുമായിരിക്കാം. It could be any language from around the world. അത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി ശക്തിയോടെ നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുകയാണെന്ന് നാം മനസ്സിലാക്കിയിരുന്നു. And we should understand that it is the Holy Spirit that is strengthening us to നാം ഇവിടെ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ when we are in here speaking in tongues, അവിടെയുള്ളവർക്ക് ദൈവം വിടുതൽ കൽപ്പിക്കുകയാണ്. the people over there, God is giving deliverance. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ആരാധനയുടെ പശ്ചാത്തലമെന്ന് നാം മനസ്സിലാക്കി. This is the history of the worship in tongues. ഇങ്ങനെ ആരാധിച്ച് നാം വളരുമ്പോഴാണ് എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകുന്നത്. And when we worship like this, that's how the people who love God get deliverance. ഇതുപോലെ നമുക്കും വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന ദൈവം പ്രാർത്ഥിപ്പിക്കുന്ന അനേക ദൈവമക്കൾ പലയിടങ്ങളിലും കാണും. And just like this, there's many people praying for us as well. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ 17 ഭാഷകളിൽ അവിടെ കൂടി വന്നിരുന്നവർ സംസാരിച്ചു എന്ന് നാം കാണുന്നുണ്ട്. Acts 2:8 talks about 17 languages that പക്ഷേ were ഈ there. സംസാരിച്ചവർക്ക് 17 ഭാഷയെ കുറിച്ച് വലിയ ജ്ഞാനമില്ലായിരുന്നു. The people that spoke it did not know these languages. പുറത്തുനിന്ന് കേട്ടവർക്ക് ഈ ഭാഷ മനസ്സിലായി. But the ones who were hearing ഇത് understood. അവരുടെ ഭാഷയാണ്. This was their language. സ്തോത്രം. അതുകൊണ്ട് എഫ്റ്റിച്ചിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയുവാനുള്ളത്, But I hope to share with those who have gathered here. സൺഡേ സ്കൂൾ പഠിക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, Those who are saved and are baptized. ഈ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. I've heard children say, please pray for me, I want to be speaking in നമ്മൾ tongues. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അവരുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. But we shouldn't pray that they get baptized in the Holy Spirit or filled. Because അവർ ദൈവത്തിന്റെ വചനം കേട്ട് പഠിച്ച് മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയതിനു ശേഷമാണ് രക്ഷിക്കപ്പെട്ടത്. Because they need to study and then come closer to God in their knowledge.
അങ്ങനെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ നിറവാണ് ആവശ്യം. അങ്ങനെയുള്ളപ്പോൾ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെടും. And then they will be in a situation where they're filled and they worship God. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം അവർ ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കുകയും അത് ഓർക്കുകയും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. And the best thing we can do is teach them the word of God and pray in unity. ദൈവസന്നിധിയിൽ വന്നിട്ട് മറ്റിടങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോയാൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അവർക്ക് ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കഴിയില്ല, നിറയുവാൻ കഴിയില്ല. And if we're distracted and we pray for them, then they will not be baptized in the പല Holy Spirit. കുഞ്ഞുങ്ങൾക്കും ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാനത് പറയുന്നു എന്ന് And I'm പറഞ്ഞു. sharing this through experience. അങ്ങനെ നാം വളർന്നു വന്നു കഴിഞ്ഞാൽ And if we grow like this, ഈ സഭയ്ക്കാണ് അത് ഗുണം. it is beneficial to the church. നമ്മുടെ തലമുറകൾ ദൈവസന്നിധിയിൽ അകന്നു പോകുവാൻ ഇടയായി. Our generations will not be lost from നമ്മുടെ God. തലമുറകൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഇടയായി. Our generations will stand firm for God. നമ്മുടെ കാലശേഷം ഈ സഭ ഒരു വലിയ ആത്മീക കൂട്ടങ്ങളുള്ള ഒരു തലമുറകളായി വളരെയാണ് ഈ സഭ. That even after our time, the church will stand with more people. അതായിരിക്കണം നമ്മുടെ FGH-ന്റെയും സൺഡേ സ്കൂളിന്റെയും ഒക്കെ ലക്ഷ്യമെന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കി. And I hope to share that that's the goal of our Sunday school and if ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുന്നു. സമയം കൂടുതൽ എടുത്തതിൽ ശ്രമിക്കുക.